പ്രധാനപ്പെട്ട പ്രശ്നം ആനയും പന്നിയും മറ്റ് മൃഗങ്ങളും എല്ലാം ഉള്ള പഞ്ചായത്താണ് കലഞ്ഞൂര്. ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ കിടങ്ങ് കുഴിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പദ്ധതി വിഹിതം അനുവദിക്കണം. കാരണം ഏറ്റവും ശാശ്വതമായ ഒരു പദ്ധതി അതാണ്. ഗവൺമെന്റ് ആ കാര്യത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് പഞ്ചായത്തുകളെ സഹായിക്കാനുള്ള വിഹിതം ഉൾപ്പെടുത്തണം. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി മാത്രമായി ചെയ്ത് ആ പദ്ധതി പൂർത്തീകരിക്കാനോ അത് ആവശ്യമായ നിലയിൽ ചെയ്യാൻ കഴിയില്ല. മറ്റൊന്ന്, കലഞ്ഞൂർ പഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് ഇപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ ഓപ്പൺ ടെൻഡർ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ ആ കാര്യത്തിൽ പോരായ്മയുണ്ട്. അടിയന്തരമായി ഓപ്പൺ ടെൻഡർ വിളിക്കണം. മറ്റൊന്ന്, നമ്മുടെ പുലി ഇറങ്ങി 3 പുലിയെ അവിടെ പിടിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യമായി പുലിക്കൂടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം. പുലി ഇപ്പോൾ കൂട് കുറവാണ്. പുലിയുടെ കൂടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം നടപ്പാക്കുന്നതാണ്. പക്ഷേ റിസീവർ ഭരണവും അതോടൊപ്പം തന്നെ വിവിധ കേസുകളിൽ കിടക്കുന്ന ഭൂമിയും അങ്ങനെയുള്ള 100 കണക്കിന് ഭൂമിയുണ്ട്. ആ കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ ശ്രദ്ധ കൂടി വരേണ്ടതാണ്. അപ്പോൾ സ്റ്റാഫിന് എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ആവശ്യമായ പെട്രോളിംഗ് ശക്തമാക്കണം. മറ്റൊരു കാര്യമുള്ളത്, ആറോയ്ക്ക് വാഹനമില്ല. അതൊരു പ്രശ്നം കൂടിയാണ്. അപ്പോൾ അത് ഗൗരവമായി ഗവൺമെന്റ് ശ്രദ്ധയിൽ നമ്മൾ വൃത്തിയിട്ടുള്ളതാണ്. വീണ്ടും അതൊന്നുകൂടി പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സോമനാണ്. എൻ്റെ പഞ്ചായത്ത് അപ്പർ കുട്ടനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയുള്ള ഒരു പഞ്ചായത്താണ്. എന്നാൽ ആ നെൽകൃഷി പോലും കർഷകർക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ അടിക്കണ വരുമ്പോൾ തന്നെ ഈ പന്നികളുടെ കൂട്ടായ ശല്യം കാരണം നെൽകൃഷി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുപോലെ പന്നി ശല്യം കോന്നി വനാതിർത്തിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരെയാണ് വള്ളിക്കോട് ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അവിടെ കാട്ടുപന്നിയുടെ ശല്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നാട്ടുപന്നികൾ തന്നെയാണ്. അപ്പൊ അതിനെ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ റാന്നിയിലുള്ള ഷൂട്ടറെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പൊ റാന്നിയിലുള്ള ഷൂട്ടർ ഈ പന്നിയെ കാണുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ റാന്നിയിൽ വരുമ്പോഴത്തേക്ക് പന്നി എങ്ങോ പോയി മറയുന്ന ഒരവസ്ഥ. നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അഥവാ ഷൂട്ട് ചെയ്താൽ തന്നെ ആ പന്നിയെ സംസ്കരിക്കുന്ന രീതി ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമുക്കതിന് ഒരു പഞ്ചായത്തിന് ഒരു വരുമാനം ലഭിക്കത്തക്കവണ്ണം അത് ഭക്ഷ്യയോഗ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിയമം ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ടുവരണമെന്നൂടെ ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ സോളാർ പഞ്ചായത്തിന് അധികാരമുണ്ട്. പഞ്ചായത്ത് പരസ്യം കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് നോട്ടീസൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അതിന് വലിയ ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ആളുകൾക്ക് നമ്മളോട് ദേഷ്യമാണ്. പഞ്ചായത്തിനോടാണ്, മെമ്പർമാരോടാണ് കൂടുതൽ ഒരു ദേഷ്യമാണ്. അപ്പൊ കളക്ടർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിന് പിന്നെ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ വനം വകുപ്പ് നമ്മൾ എപ്പം വിളിച്ചു പറഞ്ഞാലും പെരുമ്പാമ്പിനെ, മൂർഖം പാമ്പിനെ വരെ പിടിക്കാൻ അവർ ഓടി എത്താറുണ്ട്. ഈ 30 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പെരുമ്പാമ്പ് തന്നെ തിരിച്ച് ഞങ്ങളോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ പ്രമാണ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. അപ്പം അത് നമുക്ക് കൂടുതലും കർഷകരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം കാട്ടുപന്നികളുടെ ശല്യം കൊണ്ട് ഓരോ വർഷങ്ങളിലും വളരെയധികം കൃഷിനാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൃഷിനാശങ്ങൾ സംഭവിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ആ തക്ക സമയത്ത് തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുരങ്ങിൻ്റെയൊക്കെ ഒരു ശല്യമുണ്ട്. അതുപോലെ നമ്മുടെ മയിലിൻ്റെതും പിന്നെ പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ മിക്കവാറും 2-3 ഏരിയയിൽ നിന്ന് ആൾക്കാർ വിളിക്കുകയും ഫോറസ്റ്റിന്റെ ഒരു നല്ല ഇടപെടലെടുത്ത് കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോരുന്നൊക്കെ ഉണ്ട്. പിടിച്ചോണ്ട് പോകുന്നതിന് എവിടെയൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൃത്യസമയത്ത് തന്നെ കർഷകർക്ക് എത്തുന്ന ഒരു പ്രോത്സാഹനം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2019 നമുക്കൊരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടായിരുന്നു. ആദിവാസി ഇതര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് RKDP നവകേരളം പദ്ധതി പ്രകാരം സ്വമേധയാ അവർക്ക് വീട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, ഗവൺമെന്റ് വിട്ടുകൊടുത്താൽ ഒരു യൂണിറ്റിന് 15 ലക്ഷം രൂപ വെച്ചിട്ട് ഒരു പുനരധിവാസ പാക്കേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ അതിൽ നമ്മുടെ ഈ നടുവത്തിനൂരി റേഞ്ചിൽ കോന്നി ഡിഎഫ്ഒയുടെ റേഞ്ചിലുള്ള 251 പേരിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ 150 വെരിഫിക്കേഷൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ 9 പേർക്ക് മാത്രമേ അതിന്റെ കാശ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പദ്ധതി വളരെയധികം ആവശ്യത്തോടു കൂടിയാണ് അവരുടെ ആൾക്കാരെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കൃഷി മാത്രം കൊണ്ട് ഉപജീവനം കഴിച്ചു നിന്ന കുറെ ആൾക്കാരാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ 250 പേരാണ്
മൊത്തം അതിലേറെയുണ്ട്. പക്ഷെ 251 പേരാണ് ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ കൊടുക്കാൻ സാധിക്കും, പക്ഷെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ പദ്ധതി അത് വളരെയധികം ഉഷത്തോടു കൂടിയാണ് ആൾക്കാർ നിൽക്കുന്നത്. കാരണം ജീവനും മരണത്തിനും ഇടയ്ക്ക് അവർ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. 4 വർഷവും വനമായിട്ട് ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അവർക്ക് ഒരു രീതിയിലും ഈ കൃഷി നാശം എന്ന് പറയാൻ, കൃഷി ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. കുഴിച്ചു വെക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം കാട്ടുപന്നിയും മാനിയും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളോടുകൂടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് ഒരാൾ ആനമുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് 30 ലക്ഷം രൂപ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് അവർക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു കാര്യം നവകരണം പദ്ധതി അല്ലെങ്കിൽ RKDP പദ്ധതി എത്രയും പെട്ടെന്ന് അതിനുള്ള വെരിഫിക്കേഷൻ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ നേതൃത്വത്തിലൊരു അവലോകന യോഗം കൂടി കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ കൃഷിക്ക് ദോഷം തരുന്ന ഇപ്പം വന്യമൃഗങ്ങളായ കുരങ്ങ് ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ശല്യം വിതയ്ക്കുന്നു. അതുപോലെ മലപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 3 പ്രധാന വാർഡുകളിലാണ് വന്യമൃഗങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളെ നേരിടുന്നത്. അതിനുവേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തു കഴിഞ്ഞെങ്കിൽ തന്നെയും ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സമക്ഷം ഞങ്ങൾ പറയുന്നു, ക്യാമറകളാണെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും. അതുപോലെ എയ്ഡ് പോസ്റ്റ് ഞങ്ങളിത് സ്ഥാപിച്ചു കഴിഞ്ഞു. അതിന് തക്ക ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ പ്രദേശത്ത് വന്യമൃഗങ്ങളെ ഓടിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നു. 10-ലധികം ആനകളാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രദേശത്ത് പകലും കൂടിയാണ് ഞങ്ങളുടെ പ്രദേശത്തേക്ക് എത്തുന്നത്. കാരണം കുട്ടികൾക്കായാലും മുതിർന്നവർക്കാർക്കും ഇതിന് സജാര്യം, അതായത് പേടിച്ചാണ് ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. ഒരു LP സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെ ആന വന്ന് ശല്യം ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് അതുപോലെ വനാതിർത്തി ആയതുകൊണ്ട് മരങ്ങൾ റോഡിലോട്ട് ചാഞ്ഞ് യാത്രാക്ലേശം ഉണ്ടാക്കുന്നുണ്ട്. അതിനെതിരെ ഉള്ള നടപടികൾ അടിയന്തരമായിട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിൽ നമുക്കറിയാം, നിയമം അനുസരിച്ച് കാട്ടാനകളെ പിടിക്കുവാൻ പറ്റാത്ത ഒരു നിയമവ്യവസ്ഥയാവുള്ളത്. തീർച്ചയായിട്ടും ഈ കാട്ടാനകളെ പിടിക്കുവാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ഒരു ശ്രമം ഉണ്ടാകണം. അതേപോലെ തന്നെ ഇവിടെ നമുക്കറിയാം, ഇപ്പൊ ഈ കാട്ടാനകളെ ഒന്ന് തുരത്തണമെങ്കിൽ വലിയ പാടാണ് കാട്ടാനകളെ തുരത്താൻ. അതുകൊണ്ട് ഞങ്ങൾ ഭൂമിക്കാർക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഈ ആലപ്പുഴയിൽ ഭൂമി സുരക്ഷ എന്ന് പറയുന്ന ഒരു കൂടിയാനുണ്ടായിരുന്നു. ആ കൂടിയാനയുടെ സേവനം തിരിച്ച് ഞങ്ങൾ നാടിന് നൽകണം. അതിനുള്ള നടപടി സ്വീകരിക്കണം. അതേപോലെ തന്നെ ഈ കൃഷിഭൂമിയിൽ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് പന്നിയും പ്രാണയമായ കാട്ടാനകളും ഒക്കെ ചത്തു വീഴാറുണ്ട്. ചത്തു വീണാൽ ഫോറസ്റ്റുകാർ ഒരു ദയയുമില്ലാതെ ആ വസ്തുവിന്റെ ഉടമസ്ഥന് നേരെ കേസെടുത്ത് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മൃഗം എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും അന്വേഷിക്കാതെ ആ കർഷകരെ കേസിൽ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മാറ്റിത്താണ്. പാടത്തുനിന്ന ആളുകളാണ് അവിടെ വരയ്ക്കുന്നത്. സത്യത്തിൽ അതുകൂടി നിങ്ങൾ ഈ കുമ്മണ്ണൂരിന്റെ ഒരു പരിധിയിലാക്കിയാൽ ഈ ടൗണിൽ പെട്ടെന്ന് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ഒരു സഹായവും ജനങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിച്ചു. കോന്നി ഡിവിഷനെ പ്രതികരിക്കുന്ന എൻ്റെ ഡിവിഷന്റെ ചുറ്റുപാടും വനപ്രദേശമാണ് ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും ഈ കോന്നി ഡിവിഷനിൽ നിലനിൽക്കുന്നതാണ്. അതുകൂടാതെ തന്നെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ, സീസണൽ ഫ്രൂട്ട്സ്, മാംഗോസ്റ്റീൻ, റംബുട്ടാൻ ഉൾപ്പെടെയുള്ളത് ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്രദേശം കോന്നിയാണ്. ആ റംബുട്ടാനൊക്കെ സംരക്ഷിച്ചെടുത്തേക്കുന്ന പ്ലാസ്റ്റിക് വലകൾ എത്തില്ലെങ്കിൽ അതിൻ്റെ പൂവായി കഴിയുമ്പോൾ തന്നെ കുരങ്ങുകളുടെ വന്നിട്ട് അത് നശിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ നാട്ടുപുറത്തേക്ക് ഇറങ്ങിയുള്ള ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിന് തടയാനുള്ള നടപടികൾ എത്രയും വേഗം ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, കല്ലേലി ചെക്ക് പോസ്റ്റ് മുതലുള്ള റോഡ്, വനംവകുപ്പിൻ്റെ അധീനമുള്ള റോഡ്. ആ റോഡിൻ്റെ നടുക്ക് താറുകൾ നല്ല താറുകളാണ്. 2 സൈഡിൽ മണ്ണ് ഒഴിച്ചു പോയിട്ട് 1.5 അടിയിലധികം കട്ടിങ് വന്നിരിക്കും. ഒരുപാട് വാഹനങ്ങൾ പോകുമ്പോൾ അവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇനിയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അത് ഒന്നുകിൽ ഈ പാറമൊക്കെ എന്ന് പറയുന്ന ക്വാറി വേസ്റ്റ് ആണെങ്കിലും അതൊന്ന് ഫില്ല് ചെയ്യാമെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് യാത്രാ സൗകര്യം വളരെ കൂടുതലായി മാറും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഏറ്റവും വന്യമൃഗ ശല്യം കൂടുതൽ നേരിടുന്ന ഒരു പ്രദേശമാണ് സീതത്തോട് പ്രദേശം. പറഞ്ഞതുപോലെ ആനയുടെ ശല്യവും പന്നിയുടെ ശല്യവും മറ്റു മൃഗങ്ങളുടെ എല്ലാ ശല്യങ്ങളും നേരിടുന്നുണ്ട്. ഇന്നലെ എൻ്റെ സമീപ പ്രദേശത്തു കൂടി ഒരു
പറമ്പിൽ ആന വന്ന് കൃഷിയെല്ലാം നശിപ്പിച്ചു പോയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ അവർ വന്ന് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ അതിനെ കാട്ടിലേക്ക് കയറ്റിവിടുന്ന സംവിധാനമാണ് ഉള്ളത്. അത് സ്ഥിരമായി എത്തുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കി മനസ്സിലാക്കി ഇവരെ കാട്ടിനുള്ളിലേക്ക് സ്ഥിരമായി തന്നെ നിർത്തുന്നതിനുള്ള ഒരു ക്രമീകരണം ഇടപെടൽ ഉണ്ടാകണം. മറ്റൊരു പെരുമ്പാമ്പിനെ പിടിക്കുന്ന പ്രശ്നമുള്ള പ്രദേശമാണ് ശ്രീധത്തോട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി നിരവധി ദിവസങ്ങളിലായിട്ട് പെരുമ്പാമ്പിനെ പിടിക്കുന്നു. പക്ഷെ ഇതിനെ പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്തുള്ള പ്രദേശത്ത് തന്നെ ഉപേക്ഷിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ പ്രദേശം കൂടുതൽ വനം ആയതുകൊണ്ട് കക്കീലോ മൂടി എത്തിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഇതിനെ ഉപേക്ഷിക്കുന്നത്. പക്ഷെ സ്ഥിരമായി പെരുമ്പാമ്പിന്റെ ശല്യം ഞങ്ങളുടെ പ്രദേശത്ത് ഏറെയുണ്ട്. ആറാട്ടിയുടെ എണ്ണം കൂടെ കൂട്ടിയാൽ നമുക്കൊരു വലിയ പരിഹാരം ഉണ്ടാകും. പിന്നെ ഗവി മൂഴിയാർ വനമേഖലയ്ക്കകത്ത് ആദിവാസി വിഭാഗങ്ങൾ മൂഴിയാർ ഡാമിനോട് ചേർന്നും ഗവിയിലും ഗക്കിയിലും ഒക്കെ ആയിട്ട് താമസിക്കുന്നത് അവരെ സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് ഏർപ്പെടുത്തണം. കാരണം കഴിഞ്ഞ ദിവസം മീനാറിൽ ഒരു അപകടം ആദിവാസി മാരിമാരെ സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായി മീനാറിൽ ഒരു അംഗൻവാടി ഹെൽപ്പറുടെ കൊലപാതകം അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവരെ സ്ഥിരമായി നിർത്തുന്നതിനുള്ള ഒരു സംവിധാനം വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഗവിയിലേക്ക് പോകുമ്പോൾ അങ്ങമൊഴിയിൽ നിന്നും ഗവിയിലേക്ക് പോകുമ്പോൾ രണ്ട് സൈഡിലും കാട് മുടി ഈറ എല്ലാം കൂടെ വെട്ടി കാരണം മൃഗങ്ങൾ നിന്നാൽ കാണാത്ത തരത്തിലേക്ക് വണ്ടി പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അതുകൂടി അടിയന്തരമായി പരിഹരിച്ച് തരണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് ആനയുടെയും വന്യമൃഗങ്ങളുടെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടുന്നുണ്ട്. അവിടുത്തെ കർഷകരെല്ലാം തന്നെ ഇപ്പോൾ കൃഷിക്കാരായിരുന്നവരെല്ലാം കൃഷി നിർത്തി ഞങ്ങളൊരു വിപണി ഇപ്പോൾ നിർത്താൻ പോവുകയാണ്. കാരണം കാർഷിക മേഖലയിൽ നിന്നുള്ള സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് വിപണി നിർത്തുന്ന ഒരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. പ്രവർത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡിൽ പകുതിയിൽ കൂടുതൽ വാർഡും വനമേഖലയും ഉൾപ്പെട്ടതാണ്. ഇവിടെ കടശ്ശേരി എന്ന് പറഞ്ഞ വാർഡിൽ ബഹുമാന്യ മന്ത്രി കടശ്ശേരി വാർഡിൽ നബാർഡിന്റെ 1 കോടി രൂപ 5 വർഷമായി അനുവദിച്ചിരുന്നു. 2 വർഷമായി ഇതുവരെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ RKBയുടെ 50 ലക്ഷം രൂപ അനുവദിച്ചു 2 വർക്കിന്. അത് ആഡ്കോ ആ ഏജൻസിയിൽ ഇതുവരെ കൊണ്ട് പണി ചെയ്തിട്ടില്ല. അടിയന്തരമായിട്ട് അത് പണി ചെയ്യാനുള്ള ഏജൻസി അറിയിക്കണം. കൂടാതെ ട്രെഞ്ചാണ് ഇനി ആവശ്യം. ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ആണെങ്കിൽ ആനകൾ വന്ന് മരം ചവിട്ടി അതിന്റെ മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ആന അതിന് പുറത്തോട്ട് കയറിപ്പോരും. അതുകൊണ്ട് നമുക്കിനി ട്രെഞ്ചാണ് ആവശ്യം. ബഹുമാന്യ മന്ത്രി അടിയന്തരമായിട്ട് പ്രവർത്തന പഞ്ചായത്തോട് അതിനുള്ള ധനസഹായം അനുവദിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.